ഹായ് കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. നമ്മൾ ഡ്രോയിങ് ബുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഫ്രണ്ട് പേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്നൊരു ഓയിൽ പാസ്റ്റൽ ആയാലോ? വാ നോക്കാം. സമയങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ബോക്സ് എടുക്കുക, ഓയിൽ പാസ്റ്റൽ ബോക്സ് കയ്യിലുണ്ടെങ്കിൽ ആ ബോക്സ് എടുക്കുക. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. ഇതിൽ ഇന്ന് നമുക്ക് ആവശ്യം യെല്ലോ കളറാണ് കേട്ടോ. എൻ്റെ പാസ്റ്റൽസ് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഈ യെല്ലോ കളറാണ് ഇന്നത്തെ നമ്മളെ താരം. യെല്ലോ കളർ വെച്ചിട്ട് ഈ ഒരു പേപ്പർ ഫുള്ളായിട്ട് നമുക്ക് വൈറ്റ് കളർ മാറ്റി യെല്ലോ പേപ്പർ ആക്കി മാറ്റണം. അപ്പോൾ ബേസാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് അടിയിലേക്ക് വേണം കളർ ചെയ്യാൻ കേട്ടോ. ടോപ്പിൽ നിന്നും എൻഡിലേക്ക് വേണം നമ്മൾ കളർ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ നല്ല സ്പീഡിൽ വീശി നമ്മൾ നല്ല സ്പീഡിലായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും അടിയിലേക്ക് ഗ്യാപ്പ് വരാതെ നല്ല നീറ്റായിട്ട് തന്നെ ലൈൻ ചെയ്യാൻ നോക്കുക. ഇതുപോലെ ചെയ്യുന്ന ടൈമിൽ കുഞ്ഞതായിട്ടൊക്കെ ഇതുപോലെ വൈറ്റ് കണ്ടോട്ടെ കേട്ടോ, കാരണം ബേസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 പീസ് എടുത്തത്. ആദ്യത്തെ വളരെ ചെറുതായിരുന്നു, അതാണ് ഒന്നും കൂടി എടുത്തത് കേട്ടോ. ഇനി ശേഷം നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും. കണ്ടോ, ഒരു ഭാഗം നല്ല യെല്ലോ കളറായി, മറ്റു ഭാഗത്ത് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റബ്ബറൊക്കെ വെച്ചിട്ട് കൂട്ടുകാർ മായ്ച്ചു കൊടുക്കാറില്ലേ? നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കഴിഞ്ഞാൽ ഇറേസർ യൂസ് ചെയ്ത് മായ്ച്ചു കളയും അല്ലേ? അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് യെല്ലോ പേപ്പർ ആവും. ഇപ്പോൾ മുകളിലെ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയും വൈറ്റ് കളർ ഇല്ലാതെ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു യെല്ലോ പേപ്പർ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ബേസ് ഒന്ന് അടിപൊളിയായിട്ട് കളർ ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഓയിൽ പാസ്റ്റലിൽ യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ കളർ, നോർമൽ യെല്ലോ. ഓക്കെ, യെല്ലോ കളർ എടുത്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ കളറൊക്കെ ആയിട്ടുണ്ടെന്ന്. ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. നമുക്കൊരു വൈറ്റ് എവിടെയും കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. മുകളിൽ പോലും നല്ല നീറ്റായിട്ട് തന്നെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ പെൻസിൽ എടുക്കുക. 4B 2B എടുക്കുക കേട്ടോ. 2B പെൻസിലോ ഇനി ഇതില്ലെങ്കിൽ ബ്ലാക്ക് പെൻസിലോ യൂസ് ചെയ്യാം. കളർ പെൻസിലോ ബ്ലാക്കോ യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും അടിയിലേക്ക് പോകുന്നില്ല, ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ഒരു ട്രീൻ്റെ ലൈൻസ് ഒന്ന് വരച്ച് നോക്കിയാലോ? അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഷെയ്ഡുകൾ നമുക്കൊന്ന് വരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെൻസിലാണ് എടുക്കുന്നത്. ഇവിടെ റേസ് ചെയ്ത് മായ്ച്ചു കൊടുക്കാനൊന്നും പാടില്ല. ഇതുപോലെ വളഞ്ഞ് ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ട് അടുത്ത ലൈൻ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ 2 ലൈൻസാണ് ഇപ്പോൾ ടോട്ടൽ വരച്ചിട്ടുള്ളത്. ഇനി ആദ്യം വരച്ച ലൈനിൻ്റെ എടുത്തു കൂടെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ലൈനും കൂടിയും വരച്ചിട്ട് നമ്മളൊന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ ശാഖകൾ അല്ലെങ്കിൽ ചില്ലകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല തുടർച്ചയായിട്ട് നമുക്ക് ഒരുപാട് ചില്ലകളിവിടെ വരച്ച് നോക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ചില്ലകൾ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടായിട്ട് വരയ്ക്കാം കേട്ടോ. ഒരു ചില്ലയിൽ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് 1, 2, 3 ചില്ലകളൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ലൈൻ തന്നെ 2 ലൈൻസ് 3 ലൈൻസ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. ചില ലൈൻസുകൾ തമ്മിൽ ഒന്നും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഏകദേശം നമുക്ക് മാക്സിമം എത്രയ്ക്കോ ലൈൻസ് ഇതിനുള്ളിൽ നല്ല നീറ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും അത്രയും ലൈൻസ് നമുക്കിവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ലൈൻസുകൾ തമ്മിൽ കൂട്ടി മുട്ടുക അങ്ങനെയൊന്നും ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഇവിടെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ട്രീയിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലകളൊക്കെ നമുക്കിവിടെ മാക്സിമം പറ്റുന്ന പോലെ ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലെ ലൈൻസൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ സൈഡിലേക്കൊരു ലൈനും കൂടി വരച്ചത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓയിൽ പാസ്റ്റൽസ് തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു ഓയിൽ പാസ്റ്റൽ വെച്ചിട്ട് അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി ഓയിൽ പാസ്റ്റൽ എടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് എടുക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഓറഞ്ച് ഷെയ്ഡല്ല, ഡീപ്പ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും യെല്ലോയിൽ കുറച്ചും കൂടിയും ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീപ്പ് യെല്ലോ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വെറുതെ നോർമലായിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. ബ്രൗണിന് മുമ്പ് ഈ ഒരു കളേഴ്സ് കയ്യിലുള്ള എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം, അതൊന്ന് കൊടുക്കണം. കാരണം ഈ ഒരു ലൈന് നമ്മൾ ബേസാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ലൈൻസിൻ്റെ അടിയിൽ വരുന്ന ലൈൻസ് നമ്മൾ ബേസ് ലൈൻസ് അല്ലെങ്കിൽ ബേസ് കളേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബേസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. അതായത് ഏകദേശം നിങ്ങളെ കയ്യിൽ ഈ ഒരു കളർ അല്ലെങ്കിൽ മാക്സിമം നിങ്ങളെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കുഞ്ഞൊരു പീസാണെങ്കിൽ പോലും ഈ ഒരു ഭാഗം കൊടുക്കാൻ നോക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത്
ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, നോർമൽ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലൈറ്റായിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ, വളരെ ലൈറ്റായിട്ട്. അത് വെച്ച് നമുക്ക് എത്ര പതുക്കെ കളർ ചെയ്യാൻ പറ്റുമോ അത്രയും കട്ടി കുറച്ചിട്ടാണ് ഞാനിവിടെ കളർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗങ്ങൾ മാത്രമാണ് കളർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ഈ ഒരു പാസ്റ്റലിൻ്റെ ഈ ഒരു അറ്റം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ലൈൻ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ കൂട്ടുകാരെ? പറഞ്ഞു തരാം. നമ്മളെ പെൻസിൽ കൊണ്ട് ലൈൻ ചെയ്ത പോർഷൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇതുപോലെ പാസ്റ്റൽ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാസ്റ്റൽ വെച്ച് ലൈൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ വരയ്ക്കുന്നത് ബ്രൗൺ കളർ പെൻസിലാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എങ്ങാനും തെറ്റിപ്പോയാലും നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കാനും ബ്രൗൺ കളർ പെൻസിലോണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നോർമലി കൂട്ടുകാരോടൊക്കെ പെൻസിൽ യൂസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വരച്ച് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് കളർ പെൻസിൽസോ അല്ലെങ്കിൽ പാസ്റ്റൽസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. അടിയിൽ ഈ ഭാഗങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈൻസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് ഡാർക്ക് പിങ്ക് കളറാണ് എടുക്കേണ്ടത് കേട്ടോ. റോസ് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പിങ്ക്. ഈ പിങ്ക് ഇല്ലാത്ത കൂട്ടുകാർ മാത്രം ഇതുപോലത്തെ ഒരു വയലറ്റ് ഷെയ്ഡ് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുക്കരുത്. ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞു സ്പ്രിങ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുന്ന പോലെ നമ്മളെ പാസ്റ്റൽസ് വെച്ചിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രം ഇതുപോലെ ഒരു കുഞ്ഞത് റൗണ്ട് ചെയ്യാനുള്ളൂ. മുകളിൽ ഫുള്ളും ഒറ്റ കെട്ടാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ലൈൻസായിട്ട് ഫുള്ളും ഒറ്റ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ മിസ് കൊടുക്കുന്നത് എങ്ങനെയാണ് റൗണ്ട് ചെയ്താണോ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ കളർ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ ആ ഒരു വിചാരിച്ച ഭംഗി നമുക്ക് ആ ഒരു വർക്കിൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ കുഞ്ഞതാക്കി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. ഷേപ്പും ഒന്ന് സെറ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷേപ്പും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വരണം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രീയുടെ ഒരു ബോൾ പോലെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് പോലെ കിട്ടണ്ടേ. അപ്പോൾ അതിനാണ് ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും കളർ ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ ഫുള്ളും റൗണ്ട് ചെയ്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളും ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ കൊടുക്കുന്നത് ഇതുപോലത്തെ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ പിങ്ക് നമ്മൾ നോർമലി കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ് കേട്ടോ. നേരത്തെ വയലറ്റ് എടുത്തവരും അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ റോസ് പിങ്ക് എടുത്തവർക്കൊക്കെ ഈ ഒരു പിങ്ക് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് വെച്ചിട്ട് വേണം ഇതിന് മുകളിൽ ഒന്ന് ഇതുപോലെ നിന്ന് സ്കെച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം ഞാനൊന്ന് പിങ്ക് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ആ ഒരു പിങ്ക് നല്ല പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് വൈറ്റ് കളറാണ്. അപ്പോൾ ഈ വൈറ്റ് കളർ വെച്ചിട്ട് നമുക്ക് ലൈൻ ചെയ്യണം. ഇത് ഏത് രണ്ട് കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? പിങ്ക് കളർ കോമൺ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതായത് ഇതിൽ വയലറ്റ് കളർ യൂസ് ചെയ്താലും പിങ്കാണ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിതിൽ ലൈറ്റ് പിങ്ക് കളർ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഗ്യാപ്പില്ലാതെ വൈറ്റ് പോർഷൻസ് കാണാതെ എവിടെയും ഒരു ഗ്യാപ്പില്ലാതെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്കും അതുപോലെ തന്നെ അടിയിലേക്കും ചെറുതായിട്ട് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഷെയ്ഡ് അടിയിലേക്കും കൂടി കൂട്ടിയെടുക്കുന്നത് കേട്ടോ. മുകളിൽ ചെയ്യുന്ന ആ ഒരു ഭംഗിയേക്കാളും നമുക്കിതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലും കൂടി കുറച്ചൊന്ന് കൂട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഓയിൽ പാസ്റ്റലാണ് കേട്ടോ. എൻ്റെ ഓയിൽ പാസ്റ്റൽ കണ്ടിട്ട് ചിരിക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. ഏകദേശം മിസ്സിൻ്റെ ഒരുപാട് കഴിയാനായിട്ടുണ്ട്. കാരണം ഒരുപാട് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോട്ട്സും ലൈൻസും ഒക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് കൊടുക്കാം. ഈ ഡോട്ടായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല നീറ്റ് ആവുള്ളൂ. ഇതിന് മുകളിലും ഞാൻ ഇതുപോലെ തന്നെ വൈറ്റ് കളർ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിന് മുകളിൽ വൈറ്റ് കളർ കൊടുക്കണം എന്നല്ല. നമ്മൾ ചെയ്യുന്നതിന് ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വൈറ്റ് കളർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഡാർക്ക് പിങ്കിൻ്റെ ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിങ്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ലൈൻ ചെയ്താൽ മതി കേട്ടോ. ആ ഒരു പാട് ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പിങ്ക്, ഡാർക്ക് പിങ്കോ അതല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡോ നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ലൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി വരുന്നത് നമ്മളെ ഡാർക്ക് പിങ്കും അതല്ലെങ്കിൽ ലൈറ്റ് പിങ്കും വെച്ചിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ട്രീയുടെ അടിയിലായിട്ട് ലൈറ്റായിട്ടൊന്ന്
റൗണ്ട് ചെയ്ത് ഈ കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്കിതുപോലെ ഡാർക്ക് പിങ്ക് കളർ ഒന്ന് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ യൂസ് ചെയ്തത് ഏത് കളറാണോ അത്. ഇവിടെ വയലറ്റ് യൂസ് ചെയ്തവർ ഇവിടെ ഈ ഒരു കളർ വയലറ്റ് കളർ കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിലൂടെ നമ്മൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിലെ പൂക്കളൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ കൊഴിഞ്ഞു കൊടുക്കുമ്പോൾ അടിയിലൊക്കെ ആ ഒരു കളറും കൂടി ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ അടിയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും എന്തായാലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഗ്രീൻ കളർ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം, പക്ഷെ നിർബന്ധമില്ല. മുകളിലുള്ള ഗ്രീൻ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിയിൽ കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കൊടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും നമുക്ക് വേണമെങ്കിൽ 2-3 ഡോട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നോർമലി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. കാരണം മേലെ നമ്മൾ പിങ്കാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ അടിയിലും പിങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ ഓൾ, ടാറ്റാ.